എലത്തൂർ മണ്ഡലത്തിൽ വിജയം ഉറപ്പിച്ചുകൊണ്ട് യുഡിഎഫ് സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടരുന്നു. ബാൻഡ് മേളത്തിന്റെയും മുദ്രാവാക്യങ്ങളുടെയും അകമ്പടിയോടെയാണ് ഓരോ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നത്. എലത്തൂർ മണ്ഡലത്തിലെ ചേളന്നൂർ പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിലായിരുന്നു യുഡിഎഫ് സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. വ്യാപാരികളോടും ഡ്രൈവർമാരോടും വീട്ടമ്മമാരോടും യുവാക്കളോടും സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു. യുവ സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണൻ ഇത്തവണ യുഡിഎഫിനായി പോരിനിറങ്ങിയതിന്റെ ആവേശം അണികളിൽ ഉണ്ടായിരുന്നു. പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചും ഹർഷാരവങ്ങൾ മുഴക്കിയും സ്ഥാനാർത്ഥിക്ക് വിജയാശംസകൾ നേർന്നു. എലത്തൂർ നിയോജക മണ്ഡലത്തിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന വികസന മുരടിപ്പും കെടുകാര്യസ്ഥതയും ജനങ്ങൾ തിരിച്ചറിഞ്ഞെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു. പതിറ്റാണ്ടുകളായി മണ്ഡലത്തിൽ ജനങ്ങൾക്ക് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. എലത്തൂർ മണ്ഡലത്തിൽ യുഡിഎഫ് ചരിത്ര വിജയം നേടുമെന്നും സ്ഥാനാർത്ഥി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഒരു വികസനം വരുന്ന സമയത്ത് അതോടൊപ്പം തന്നെ അവിടെ പ്രാദേശികമായിട്ട് ആളുകൾക്ക് തൊഴിൽ ലഭിക്കും, അവരുടെ ജീവിത നിലവാരം ഉയർന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു വിഷൻ ഇല്ലാതെ പോയതാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ മണ്ഡലം ഇങ്ങനെ ഒരു വികസനത്തിലേക്ക് എത്താതെ പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നങ്ങൾ പല മേഖലകളിൽ ഈ മണ്ഡലത്തിൽ വളരെ പ്രശ്നങ്ങളാണ് ആളുകൾ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ എലത്തൂര് മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യുഡിഎഫിന് അനുകൂലമായിട്ടുള്ള തരംഗമാണ് എലത്തൂരിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. യുഡിഎഫ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ തൂക്കും. യുഡിഎഫിന് മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയം ഉറപ്പിക്കുന്നതായിരുന്നു വിദ്യയ്ക്ക് ലഭിക്കുന്ന വരവേൽപ്പുകൾ. കെപിസിസി ജനറൽ സെക്രട്ടറിയാണ് അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ. കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ, ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മുൻ സെക്രട്ടറി എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള ബുക്സ്